നിങ്ങളെ കാലം കഴിഞ്ഞു, ഇനി ഞങ്ങളെ കാലാണ് എന്ന് തന്നെയാണ്. ഒരു സംശയം വേണ്ട, നിങ്ങളെ കാലം കഴിഞ്ഞു, കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്ന വർത്താനം കണ്ടില്ലേ, മനുഷ്യന് പറയാൻ കൊള്ളാവുന്ന വർത്താനാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു മാനസിക അസ്വസ്ഥയുള്ള ആളെ കയ്യിൽ വാള് കൊടുത്ത കാര്യമാണ്. അങ്ങോട്ടും പെട്ടും ഇങ്ങോട്ടും പെട്ടും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ന്യൂനപക്ഷ വർഗീയതയും അന്ന് വെട്ടുമുഴുവൻ അങ്ങോട്ട്. ഇപ്പോ ഭൂരിപക്ഷ വർഗീയത, അപ്പൊ വെട്ടുമുഴുവൻ ഇപ്പോഴത്തേക്ക്. എന്തൊരു എന്താ പറയാ, പരിതാപകരമായ അവസ്ഥയാണ്. പറയുന്ന വർത്താനങ്ങൾ കേട്ടില്ലേ? BJP കേന്ദ്രത്തിൽ ഇവിടെ ഇപ്പോ MP-മാർക്ക് ഇരിക്കുകയാണ്. അവർ പാർലമെന്റിലും അതുപോലെ ഡൽഹിയിലും കേൾക്കണം BJP കാണിക്കും. അത്ര മോശമായ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ BJP ചെയ്യുന്നതിൽ ഒരു കാര്യം ചെയ്യൂല, ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്യൂല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്ത മഹാത്മാഗാന്ധിയുടെ പേരുള്ള പദ്ധതി വരെ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ BJP അവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യാ, വർഗീയത പറയാം, പച്ച വർഗീയത പറയാം. അതിനവിടെ ഇടിപൊളി, ബുൾഡോസിങ്, അതുപോലെ നൂറ് കാര്യങ്ങൾ. ഇപ്പൊ അതിന്റെ തനി കോപ്പിയാണ് ഇവിടെ. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലും ഉണ്ടായ അപൂർവമായ സാമുദായിക പ്രശ്നങ്ങൾ ചകഞ്ഞെടുത്ത് അതുപോലെ പർവ്വതീകരിച്ച് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കാം. ഇങ്ങനത്തെ ഒരു ഇടപാട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചാണോ, ഒരു ഇടതുപക്ഷത്തിന് യോജിച്ചാണോ ഇങ്ങനെ സമുദായങ്ങളെ തമ്മിൽ അധികാരം എങ്ങനെയെങ്കിലും നിലനിർത്താൻ? അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നെയാണ്, ത്രിപുരയിൽ ചെയ്തത് തന്നെ, ബംഗാളിൽ ചെയ്തതിന് ഇവിടെയും അസ്തമിക്കുകയാണ്. യാതൊരു സംശയമില്ല, അസ്തമിക്കുക. നമുക്ക് മനസ്സിലായിട്ടില്ല ഇത്ര എളുപ്പമാണ് ഈ തിരി അണയാൻ പോകുന്നത് എന്നുള്ളത്. അത് ഈ റിസൾട്ട് വന്നപ്പോഴാണ് നമ്മൾ തന്നെ അന്തം പെടുന്നത്. ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലും ഉണ്ടായ അപൂർവമായ സാമുദായിക പ്രശ്നങ്ങൾ ചകഞ്ഞെടുത്ത് അതുപോലെ പർവ്വതീകരിച്ച് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കാം. ഇങ്ങനത്തെ ഒരു ഇടപാട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചാണോ, ഒരു ഇടതുപക്ഷത്തിന് യോജിച്ചാണോ ഇങ്ങനെ സമുദായങ്ങളെ തമ്മിൽ അധികാരം എങ്ങനെയെങ്കിലും നിലനിർത്താൻ? അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നെയാണ്, ത്രിപുരയിൽ ചെയ്തത് തന്നെ, ബംഗാളിൽ ചെയ്തതിന് ഇവിടെയും അസ്തമിക്കുകയാണ്. യാതൊരു സംശയമില്ല, അസ്തമിക്കുക. നമുക്ക് മനസ്സിലായിട്ടില്ല ഇത്ര എളുപ്പമാണ് ഈ തിരി അണയാൻ പോകുന്നത് എന്നുള്ളത്. അത് ഈ റിസൾട്ട് വന്നപ്പോഴാണ് നമ്മൾ തന്നെ അന്തം പെടുന്നത്. അങ്ങേയറ്റം സ്ട്രോങ് ആയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ മണ്ഡലങ്ങളും ബൂത്തുകളും ഒക്കെ അല്ലേ മറിഞ്ഞത്. ഇതിലും വലിയ മറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ ഭരണത്തിനെ ഇനിയും തുടരാൻ ജനങ്ങൾ അനുവദിക്കോ? ഒരു സാധ്യതയില്ല. ഈ പണ്ടാറ എങ്ങനെ എവിടെയെങ്കിലും ഇറക്കി വെക്കുക എന്നല്ലാതെ ജനങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ റിസൾട്ട് ഇവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. നമുക്കൊരുപാട് ഭാരം നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് പ്രശ്നം. 10 കൊല്ലം ഒരടയാളം ഇല്ലാതെ പോയിരിക്കുകയാണ്. ഒരു നേട്ടോട് ഉമ്മൻചാണ്ടി ഭരണമൊക്കെ അവസാനിച്ചപ്പോൾ എന്തെല്ലാം മൈൽ സ്റ്റോണുകളാണ് കേരളത്തിൽ പറയാനുള്ളത്. പക്ഷെ 10 കൊല്ലം ഭരിച്ചിട്ട് ഞങ്ങൾ ഭരിച്ചപ്പോൾ ഉണ്ടായ സംഗതിയാണ് ഇത് എന്ന് പറയാൻ, കണ്ണേറ് തട്ടാതിരിക്കാനെങ്കിലും ഒരടയാളം ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കാലത്തുണ്ടായതൊക്കെ ഉള്ളൂ. ആകെയുള്ളത് ഇതിലെ കൂടെ റോഡാണ്. ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ അത് എന്താ പറയുക, 8 പമ്മിൻ്റെ കൂടെ ഇത് നമ്മളതാണ് എന്നും പറഞ്ഞ് ക്ലെയിം ചെയ്യും. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണപ്പോൾ പറയുന്നത് ഇവരൊക്കെ PSC ഒക്കെ ചെന്ന് നോക്കി പ്രശ്നമാവണമെന്ന് കണ്ടപ്പോൾ പറഞ്ഞു അത് നമ്മളതല്ല, അത് കേന്ദ്രത്തിൻ്റെയാണ്. ആകെ പറയാൻ അതേ ഉണ്ടായിരുന്നു, അതും പോയി. അപ്പൊ ഈ ഭരണം അവസാനിക്കല് ജനങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സംശയം വേണ്ട. അത് ഞങ്ങൾ നടപ്പിലാക്കും.